ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമുള്ള സാധനം മൈദ 2 കിലോ, 1 കിലോ റവ നല്ലപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. ഇതിലേക്ക് 6 മുട്ട പൊട്ടിച്ച് പകർന്ന് മുക്കാൽ കിലോ പഞ്ചസാര, RKG അല്പം, അര ലിറ്റർ സൺഫ്ലവർ ഓയിൽ, അല്പം ഉപ്പ്, ബേക്കിംഗ് സോഡ അല്പം, ഏലക്ക പൊടിച്ചത് എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. നല്ലപോലെ സെറ്റാകുന്നത് വരയ്ക്കും ഇളക്കി യോജിപ്പിക്കേണ്ടതാണ്. അതിനുശേഷം അല്പം വെള്ളമൊഴിച്ച് വീണ്ടും കുഴയ്ക്കുക. കുഴച്ച മാവ് കൗണ്ടർ ടോപ്പിലിട്ട് നല്ലപോലെ സെറ്റാക്കി എടുക്കേണ്ടതാണ്. വെള്ളം കൂടാൻ പാടില്ല. ഇനി ഇതുപോലെ ബോളുകളാക്കി വെക്കുക. ബോളുകളാക്കിയ ശേഷം ഇത് നല്ലപോലെ പരത്തിയെടുക്കേണ്ടതാണ്. അടിയിൽ മൈദമാവ് വിതറിയതിന് ശേഷമായിരിക്കണം പരത്തേണ്ടത്. എന്നാലേ നമ്മൾക്ക് അത് വെട്ടി എടുക്കാൻ സാധിക്കും. ഒരു 1/2 ഇഞ്ച് കനം വരയ്ക്കും നമ്മൾ പരത്തേണ്ടതാണ്. 1/2 ഇഞ്ച് കനം വന്നതിന് ശേഷം നമ്മൾ അത് വെട്ടാം. നല്ലപോലെ പരത്തണം. 1/2 ഇഞ്ച് കനമായിട്ട്. ഇനി നമ്മൾ നീളത്തിൽ വെട്ടിയതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ വെട്ടുക. അതുപോലെ വെട്ടാൻ കഴിയാത്തവർ ഒരു സ്കെയിൽ പോലത്തെ എന്തെങ്കിലും ഒന്ന് വെച്ച് കറക്റ്റ് ചെയ്ത് വെട്ടാവുന്നതാണ്. വെട്ടിയ ശേഷം നമ്മൾ ഇനി അത് ക്രോസ് ചെയ്ത് വെട്ടും. വെട്ടിയ മാവിനെ നമ്മൾ എണ്ണച്ചട്ടിയിലേക്ക് എണ്ണ നല്ലപോലെ ചൂടാകാൻ പാടില്ല. അല്പം ചൂടാകുമ്പോൾ തന്നെ കേക്ക് വെട്ടി നടുവെ കത്തികൊണ്ട് ഒന്ന് വെറുതെ വരച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടാകാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പെട്ടെന്ന് കരിഞ്ഞു ഉള്ളുകയുമില്ല. ഈ സ്നാക്ക് നിങ്ങൾക്ക് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴെല്ലാം കൊടുക്കാൻ
പറ്റുന്ന തരത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം നിങ്ങൾ ഇത് വേണമെങ്കിൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാം എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ടാക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂടെ കൂട്ടാനും മറക്കരുത്. നല്ലപോലെ ചൂടായി സെറ്റായതിന് ശേഷം മാത്രമേ ചട്ടകമോ മറ്റോ വെച്ച് ഇളക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നതാണ്. കാരണം എണ്ണയും ചൂട് കുറവല്ലേ. ബ്രൗൺ കളറായാൽ നമുക്ക് കേക്ക് കോരിയെടുക്കാവുന്നതാണ്. വിരുന്നുകാർ വരുമ്പോഴും എല്ലാം ഇത് ഒരു ദിവസം മുന്നേ തന്നെ ഉണ്ടാക്കി വെച്ചാൽ വിരുന്നുകാർ വരുമ്പോൾ അവർക്കും കൊടുക്കാം. നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്ര പോകുമ്പോൾ ഉണ്ടാക്കി കയ്യിൽ വെച്ചാൽ നമ്മൾക്ക് കേടുകൂടാത്ത കടി എപ്പോഴും ഉപകാരപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് ആണ് അറിയിക്കുന്നത്.